നിശബ്ദ പ്രചരണം ഈ കൊട്ടിക്കലാശത്തിന് ശേഷമുള്ള സമയം നിശബ്ദ പ്രചരണത്തിനുള്ള സമയമാണ്. അതെനിക്കറിയാം, ആൾക്കാർക്കും ഒക്കെ അറിയാം. പക്ഷേ ഞാൻ അതിനല്ല പോയത്, ഭക്ഷണം കഴിക്കാനാണ് പോയത്. എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ, നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ വീട്ടിൽ ഓട്ടി വയ്ക്കാൻ പോയി എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷേ അതല്ല, വാസ്തവം അതല്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് പോയത്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഓരോ സ്ഥാനാർത്ഥിയും അവസാനഘട്ട വോട്ട് പോലും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ നിശബ്ദ പ്രചരണം നടക്കുന്ന ഈ സമയത്ത് പോലും വീടുകൾ കയറിയുള്ള പ്രചരണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും പ്രചരണം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൊട്ടിക്കലാശത്തിന് ശേഷം പിന്നെ നിശബ്ദ പ്രചരണമാണല്ലോ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വർക്കലയിലെ LDF സ്ഥാനാർത്ഥി വി ജോയി സ്മിത സുന്ദരേശനെതിരെ, അതായത് NDA സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതായത് പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇന്നലെ വൈകിട്ട് നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ കൊട്ടിക്കലാശത്തിന് ശേഷം രാത്രി ഒരു 8:30 മണിയായി കാണും. അപ്പോൾ കോവൂരെന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഞാൻ കോവൂര് ഒത്തിരി വർഷം താമസിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതിലുപരിയായിട്ട് എൻ്റെ ഒരുപാട് ബന്ധുക്കളുള്ള ഒരു ഏരിയ കൂടിയാണത്. അപ്പോൾ ഇന്നലെ കൊട്ടിക്കലാശത്തിന് ആ ഭാഗത്ത് നിന്ന് എൻ്റെ റിലേറ്റീവ്സ് അടക്കം പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരൊരു ഒരു കാഷ്വൽ ടാക്കിൽ ഞാൻ ഈ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ വീടാന്തരം നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിന് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചും അങ്ങനെയൊക്കെ നമുക്ക് പ്രചരണം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പോയ കൂട്ടത്തിൽ ഈ 2-3 വീടുകൾ വിട്ടുപോയി. അപ്പോൾ അവരതൊരു പരിഭവത്തിൻ്റെ രൂപത്തിൽ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്ത് വെച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ, ഒരു പ്രശ്നമില്ല, ഞാൻ രാത്രി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ കയറിക്കോളാം, എന്തായാലും ഞാൻ വരുമ്പോൾ എനിക്ക് കഴിക്കാൻ ഇച്ചിരി ഫുഡ് കൂടി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഞാനവിടെ 8:30 മണി ആയിട്ടുണ്ടാവും. 8:30 മണിക്ക് ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ മെമ്പറായിട്ടുള്ള മഹേഷ് സലാല ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ഞാൻ വരുന്ന വാഹനം ഉൾപ്പെടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അടുത്ത് വേറൊരു പയ്യൻ, അത് സതീഷ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഒരു 2-3 വയസ്സായ ആൾക്കാർ, അത് അവരുടെ കൂട്ടത്തിലുള്ളതൊന്നുമല്ല, പിന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്. അതൊരു നിഷേധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിഷേധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമാണ് ഈ പറയുന്നത്. അവരുടെ കയ്യിൽ പക്കൽ തെളിവുണ്ടോ? പണം കൊടുക്കുന്നതായി വാങ്ങുന്നതായിട്ടുള്ള തെളിവുണ്ടോ? തെളിവ് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനല്ല അവിടെ പോയത്. അപ്പോൾ 2-3 വയസ്സായ ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. ഞാൻ കാറിൽ നിന്നിറങ്ങി മഹേഷ് വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒരു അഭിപ്രായവും ഞാൻ പറഞ്ഞില്ല, എന്നോടും ഇങ്ങോട്ടൊന്നും ചോദിച്ചില്ല. ഞാൻ അവിടെ നിന്നവരുടെയൊക്കെ കൈ വന്ന് കാണിച്ച് ഞാൻ ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഞാൻ തിരിച്ചിറങ്ങിയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബ്ലോക്ക് മെമ്പർ കൂടിയായ സനൽ. അപ്പോൾ സനലിനാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് എൻ്റെ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചുമതല കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഡ്രൈവർ അനന്തുമാണ്. അപ്പോൾ നമ്മൾ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 പേരും കൂടി ഫുഡ് കഴിച്ചിറങ്ങി ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരാൻ ഇവരോട് പറഞ്ഞ്, ഇവർ കാർ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ കാർ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംസാരമായി. ആ സംസാരിക്കുന്ന സമയത്തും മഹേഷ് സലാലയും ഈ സതീഷും എൻ്റെ കൂടെ വന്ന സനലും അനന്തും ഈ അവിടെയുള്ള വയസ്സായ അത്ര പേരെ അവിടെ ഉള്ളൂ. പിന്നെ 1-2 പേര് ഈ ഒരു സംസാരം കേട്ടിട്ട് വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വന്നു. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ, ഇപ്പോൾ ഞാൻ ചെന്ന് എന്താ വണ്ടി എടുക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ വണ്ടി എടുക്കാൻ പറ്റത്തില്ല, ഇന്ന് 6 മണിക്ക് ശേഷം പ്രചരണം നടത്താൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് പ്രചരണത്തിന്റെ ഭാഗമായി പോയതല്ല, ബന്ധുവീട്ടിൽ പോയതാണ്, അതിനെയാണ് വളച്ചൊടിക്കുന്നത് അല്ലേ? അവർ പറഞ്ഞത് ഇന്ന് 6 മണി വരെ പ്രചരണം നടത്താൻ പാടുള്ളൂ, 6 മണിക്ക് ശേഷം പ്രചരണം നടത്താൻ പാടില്ല. അപ്പോൾ ഇവിടെ നിന്ന് വോട്ട് പിടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, 6 മണിക്ക് ശേഷം പ്രചരണത്തിനാണ് ഞാനിവിടെ വന്നതെന്ന് ആര് പറഞ്ഞു? ഞാൻ പ്രചരണത്തിനല്ല വന്നത്, എൻ്റെ ബന്ധുവീട്ടിൽ അല്പം ആഹാരം കഴിക്കാൻ വേണ്ടി വന്നതാണ്, പ്രചരണത്തിനല്ല വന്നത്. പിന്നെ ഈ പ്രചരണം നടത്തൂല എന്ന് ആരാണ് പറയുന്നത്? നിശബ്ദ പ്രചരണം ഈ കൊട്ടിക്കലാശത്തിന് ശേഷമുള്ള സമയം നിശബ്ദ പ്രചരണത്തിനുള്ള സമയമാണ്. അതെനിക്കറിയാം, ആൾക്കാർക്കും ഒക്കെ അറിയാം. പക്ഷേ ഞാൻ അതിനല്ല പോയത്, ഭക്ഷണം കഴിക്കാനാണ് പോയത്. എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ, നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ വീട്ടിൽ ഓട്ടി വയ്ക്കാൻ പോയി എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷേ അതല്ല, വാസ്തവം അതല്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് പോയത്. പറയുന്നത് ബിജോയ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്, നേതൃത്വം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് കുഴപ്പമില്ല, അത് അവരവരുടെ ഭാഗത്തുനിന്ന് ചെയ്യുമല്ലോ, അതവർ പ്രൂവ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ അവരോട് പറയുകയും, അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഈ സതീഷ് എന്ന് പറയുന്ന പയ്യൻ ഈ സമയവും മഹേഷ് സലാല ഒന്നും സംസാരിക്കുന്നില്ല, കൃത്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സതീഷ് എന്ന് പറയുന്ന പയ്യൻ എന്നോട് പറഞ്ഞത്, അത് ചേച്ചിക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ വന്ന് ഇവിടെ വോട്ട് ചോദിക്കാം, ഒരു 10-20 പേരായിട്ട് വരാൻ പാടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, സനൽ അനന്തു 2 പേര്, എന്നെയും കൂടി കൂട്ടി 3 പേര്, അതെങ്ങനെ ക്രൗഡാവും?
പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനാണ് വന്നത്. രാവിലെ മുതൽ എൻ്റെ കൂടെയുള്ള ആളുകളാണ് അവരെ മാറ്റി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഒരു സാമാന്യ മര്യാദ നമുക്കുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് കൂടെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പം അവസാന ലാപ്പിലെത്തി നിൽക്കുമ്പോഴേ മണ്ഡലത്തിൻ്റെ പൊതുചിത്രം എങ്ങനെയാണ്? BJPക്ക് അനുകൂലമാണോ? BJPക്ക് അനുകൂലമായ നിലപാടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു CPMൻ്റെ ഒരു എന്താ പറയുന്ന രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ്. ഇത്രയുള്ള ബാലിശമായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്നെപ്പോലെ ഞാനൊരു സ്ത്രീയാണ്. ഇതിനോടകം തന്നെ സൈബർ അറ്റാക്കിങ് അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായ ആ അടുത്ത മണിക്കൂർ തൊട്ട് CPMൻ്റെ കുട്ടി സഖാക്കളടക്കം സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെയും എൻ്റെ അച്ഛനെയും ഒക്കെ പച്ചത്തെറിയാണ് പറയുന്നത്. അത് അവരുടെ സംസ്കാരം, അതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇതിപ്പോൾ ഇന്നലെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ എടുത്തു, എൻ്റെ വീഡിയോ എടുത്തു. ഇതിന് ശേഷം എന്താണ് മഹേഷ് സലാല പിന്നീട് പറഞ്ഞത്, എൻ്റെ വാഹനം വരുന്നതിന് മുമ്പേ പൈസയുമായിട്ടൊരു വാഹനം വന്നു, അവിടെ ഇലക്ഷൻ അർജൻറ്റിൻ്റെ വാഹനത്തെ കണ്ട് ഭയന്ന് ഈ കാശും കൊണ്ടുവന്ന വണ്ടി തിരിച്ചുപോയി. ഞാൻ 20ഓളം ആൾക്കാരുമായിട്ടാണ് അവിടെ വന്നതെന്ന്. ഇത് തികച്ചും വാസ്തവവിരുദ്ധമാണ്. ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ, അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംസാരമായപ്പോഴത്തേക്ക് വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പോയ വീട്ടിലെ ആ ചേച്ചി ഇറങ്ങി വന്ന് മഹേഷിനോട് വളരെ കർശനമായിട്ട് തന്നെ സംസാരിക്കുന്ന വീഡിയോ വരെ ഉണ്ട്. ആ പുള്ളിക്കാരത്തി പറഞ്ഞത്, മഹേഷ് അനാവശ്യ കാര്യങ്ങൾ പറയൽ, ആരാ പൈസ തന്നത്, എൻ്റെ വീട്ടിൽ വന്ന് നീ നോക്കണം, പൈസ തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. നീയല്ലേ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പൈസ കൊടുത്ത് വോട്ട് മേടിച്ച് ജയിച്ചത്. അപ്പോൾ ഇത്രയും പറയുന്നതിൻ്റെ ഇടയിൽ പോലീസിൽ ഇൻഫോം ചെയ്തിരുന്നു. എൻ്റെ കൂടെയുള്ള സനൽ അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. പോലീസ് വന്നു, അവർ വന്ന് എന്നെ വണ്ടിയിലങ്ങ് പറഞ്ഞു വിട്ടു. പിന്നീട് ഞാൻ അവിടെ നിന്നില്ല, പോലീസുകാർ എന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഇന്നലെ നടന്നത്. കാരണം ഒരു സ്ത്രീ എന്ന ഒരു പരിഗണന പോലും ഇല്ലാതെ ഇടതുപക്ഷം പറയുന്നത് സ്ത്രീ സംരക്ഷണവും സ്ത്രീ സുരക്ഷയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇതിൽ ഞാനിപ്പോൾ എന്താ പറയണ്ടേ, നമ്മുടെ LDF സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഞാൻ നേരത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്, വർക്കലയിലെ MLA ആണ്. എനിക്ക് പേഴ്സണലി എനിക്ക് റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തിയുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അറിവോട് കൂടി തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവരുടെ പാർട്ടി പ്രവർത്തകർ ഇത് ചെയ്യുന്നത്. ഇന്നലെ കൊട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ അവിടെ DYFIയുടെ പല പേര് ഞാനിപ്പോൾ പറയുന്നില്ല, സഖാക്കളും ഞാൻ ആ ക്രെയിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ താഴെ നിന്ന് മോശമായ രീതിയിലുള്ള ആക്ഷൻ കാണിക്കുകയും അതും ഇതൊക്കെ പറയുകയാണ്. ഞാനതെല്ലാം കണ്ടുകൊണ്ട് ഒന്നിനും ഞാൻ പ്രതികരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ നിങ്ങൾക്ക് കയറി നോക്കിയാൽ അറിയാം, മുഴുവൻ DYFIയുടെ ആൾക്കാരാണ്. വർക്കല എന്തായാലും BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമല്ല, പക്ഷേ ഇത്തവണ ലീഡ് ഉയർത്താൻ സാധിക്കും. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 41,000-ലധികം വോട്ടാണ് BJPക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വിജയസാധ്യതയുള്ള മണ്ഡലമാണ്, തീർച്ചയായിട്ടും A ക്ലാസ് മണ്ഡലമാണ്. 2 ടേമായിട്ട് BDJSന് സീറ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു വിജയസാധ്യതയില്ലാത്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ BJPക്ക് താമര ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉത്സാഹവും അതിൻ്റെ ഒരു ഇതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്നത് കൊണ്ടാണല്ലോ ഞാനും ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷേ ശരിക്കും വളരെ മോശം രീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPMൻ്റെ ഭാഗത്തു നിന്ന്, അവരുടെ ഈ സഖാക്കളുടെ ഭാഗത്തു നിന്ന്, കുട്ടി സഖാക്കളുടെ ഭാഗത്തു നിന്ന്. കാരണം എന്നെക്കാളും എത്രയോ ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേരാണ് എന്നെ അത്രയധികം മോശം പറയുന്നത്. അവരുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഭാര്യയൊന്നും ഇല്ലേ? ഒരു സ്ത്രീ എന്നുള്ള ഒരു അല്പം പോലും പരിഗണനയില്ലാത്ത വളരെ മ്ലേച്ഛമായ ഭാഷയിലാണ് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നെ ജനങ്ങളാണ് അന്തിമമായിട്ട് വിധി എഴുതേണ്ടത്. ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ട് അവർക്ക് മനസ്സിലാവും. അത് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ.